നമസ്തേ. കേരളത്തിൽ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങളും ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും കൂടുതൽ ശക്തമാകുന്നതിനിടെ സംസ്ഥാന വ്യാപകമായി യുവമോർച്ച തെരുവിലിറങ്ങി. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സുധീർ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ V. മനുപ്രസാദ്, BJP തിരുവനന്തപുരം നോർത്ത് ജില്ലാ അധ്യക്ഷൻ രജികുമാർ, യുവമോർച്ച നോർത്ത് ജില്ലാ അധ്യക്ഷൻ സൂര്യകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഒരു ചർച്ച പോലും നടത്താൻ സർക്കാർ തയ്യാറാക്കുന്നു. മുമ്പ് പിണറായി വിജയൻ സ്വീകരിച്ച അതേ മാടമ്പി സ്വഭാവമാണ് ശ്രീ VD സതീശനും ഈ സമരത്തിന് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. VD സതീശനും പിണറായി വിജയനും ഒരേ നയവും ഒരേ മുഖവുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആ പാവപ്പെട്ട സഹോദരിമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ഉയർത്തുന്ന അവരുടേതായിട്ടുള്ള യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഭാരതീയ ജനതാ യുവമോർച്ച നിരന്തരമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭാരതീയ ജനതാ യുവമോർച്ച ഏറ്റെടുത്തിരിക്കുന്ന സമരം ഇന്നുകൊണ്ട് അവസാനിക്കുന്ന സമരമല്ല. ഈ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക് അർഹമായിട്ടുള്ള ജോലി നൽകുന്നതുവരെ, അവരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതുവരെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച തെരുവീതിയിൽ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ഭരണകൂടത്തിന് താക്കീത് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ യുവമോർച്ച ആവശ്യപ്പെടുന്നു, കേരളത്തിലെ യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ യുവാക്കളുടെ പേര് പറഞ്ഞിട്ടാണ്, യുവാക്കളുടെ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കരച്ചിൽ മുതലെടുത്തുകൊണ്ടാണ്, PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, ഇവിടുത്തെ യുവാക്കളുടെ ജോലി നൽകുമെന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം കഴിയുന്ന സാഹചര്യത്തിലും ഏകദേശം 3-ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിനുശേഷം പല വിധത്തിലുള്ള മന്ത്രിസഭാ യോഗങ്ങൾ നടന്നു. ഈ യോഗങ്ങളിലൊന്നും കേരളത്തിൽ ഇങ്ങനെ കുറെ യുവാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു തോന്നൽ പോലും VD സതീശൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ. കേരളത്തിലെ PSC എന്ന് പറയുന്ന ഒരു വെള്ളാനയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു യോഗ്യതയും ഇല്ലാത്ത 7ാം കൂലികൾക്ക് കടന്നിരിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് PSC അധപ്പതിച്ചിരിക്കുന്നു. 21 ആൾക്കാരെ കുത്തിത്തിരികിയിരുത്തി ഈ കേരളത്തിലെ യുവതയെ കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമായിട്ട് PSC എന്ന് പറയുന്ന സംവിധാനം മാറിയിരിക്കുന്നു. അവിടെ ഇരിക്കുന്നതെല്ലാം ഒന്നാം തരം അഴിമതിക്കാരാണ്.
ഒന്നാം തരം രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് അഴിമതിക്കാരെ കുത്തിനിറച്ച് ആ PSC സംവിധാനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും തകർത്തിരിക്കുന്നു. ആ സമയത്താണ് ഭാരതീയ ജനതാ യുവമോർച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്, PSC അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സാമാന്യ യോഗ്യതയുണ്ടാകണം. PSC അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ചട്ടം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്, ഒരു റൂൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. അടിസ്ഥാന യോഗ്യത PSC അംഗങ്ങൾക്ക് അടിസ്ഥാന യോഗ്യത എന്താണെന്ന് നിശ്ചയിക്കണം. 10ാം ക്ലാസ് പോലും പാസ്സാകാതെ പാർട്ടിയുടെ പോസ്റ്റ് ഒട്ടിച്ചു നടന്നു, അല്ലെങ്കിൽ കൊടി പിടിച്ചു, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പിന്നണിയിൽ നടന്നു എന്നുള്ള ഒറ്റ യോഗ്യത മാത്രം വെച്ച് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് കുത്തിത്തിരികുകയും 4.5 ലക്ഷം രൂപയോളം മാസം ശമ്പളം വാങ്ങിപ്പിക്കുകയും ചെയ്യുന്ന ഈ വെള്ളാന സംവിധാനത്തിനെ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ അഴിമതിയുടെ കൊട്ടാരമായിട്ടുള്ള PSC ആസ്ഥാനത്തിന് നേരെയുള്ള ഈ കേരളത്തിലെ യുവതയുടെ പോരാട്ടത്തിന്റെ മുദ്രാവാക്യമാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം. അതുപോലെ തന്നെ യുവാക്കളുടെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയ VD സതീശൻ സ്വന്തം കൺമുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈനംദിനം 10-15 പ്രാവശ്യം പോകുന്ന റോഡിലാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ 30 ദിവസമായി കിടക്കുന്നത്. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയോട് ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. ശ്രീ മനു പ്രസാദ് എന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടത്, ഞങ്ങൾ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടൽ അങ്ങയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങയെ കാണുന്നത്. ഇവിടത്തെ കേരളത്തിലെ യുവാക്കളുടെ നീറുന്ന പ്രശ്നങ്ങളുമായി ഞങ്ങൾ പിന്നെ വരാം. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടത്തെ ഈ വനിതകളായിട്ടുള്ള അധ്യാപകർ, UP സ്കൂൾ അധ്യാപകർ, അതോടൊപ്പം തന്നെ LP സ്കൂൾ അധ്യാപകർ, അങ്ങനെയുള്ളവർ ഇത്രയും ദിവസമായിട്ട് ഇവിടെ സമരം കിടക്കുകയാണ്, ഉപവാസം കിടക്കുകയാണ്, അവരുടെ ജീവന് ഭീഷണിയാണ്. അവരുമായിട്ട് ചർച്ച ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ ആ പാവപ്പെട്ട സ്ത്രീകളെ ഈ സമര രംഗത്ത് നിന്ന് രക്ഷിക്കണം എന്നാണ് യുവമോർച്ച ആവശ്യപ്പെട്ടത്. മനുഷ്യത്വപരമായിട്ടുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. ആ ആവശ്യത്തിനോട് പോലും നീതി പുലർത്താൻ യുവമോർച്ച ആവശ്യപ്പെട്ട ആ മനുഷ്യത്വപരമായിട്ടുള്ള ആവശ്യത്തിനോട് പോലും ന്യായയുക്തമായി പെരുമാറാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. മിസ്റ്റർ VD സതീശൻ, താങ്കൾ പിണറായി വിജയനേക്കാൾ ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് അധപ്പതിക്കുകയാണ്. മിസ്റ്റർ VD സതീശൻ, നിങ്ങൾ പിണറായി വിജയനേക്കാൾ മാടമ്പിയായിട്ട് അധപ്പതിക്കുകയാണ്. മിസ്റ്റർ VD സതീശൻ, നിങ്ങൾ പിണറായി വിജയനേക്കാൾ ഫാസിസ്റ്റ് ആയിട്ട് അധപ്പതിക്കുകയാണ്. നിങ്ങൾ ഈ കേരളത്തിന് വലിയൊരു അപകടമായിട്ട് മാറുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ മാറുകയാണ്. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മുഖ്യമന്ത്രി എന്ന പേര് 3 മാസത്തിനുള്ളിൽ ആർജിച്ചിട്ടുള്ള വ്യക്തിയാണ് VD സതീശൻ. അതുകൊണ്ട് VD സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അടിയന്തരമായിട്ട് ഈ വനിതകളുടെ വിഷയത്തിന് പരിഹാരം കാണണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. സ്കൂളിൽ അധ്യാപക നിയമനം പൂർത്തിയാക്കണം. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, NEP കേരളത്തിൽ നടപ്പാക്കിയാൽ അതോടൊപ്പം തന്നെ PM ശ്രീ നടപ്പാക്കുക. ഈ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നത് അതിന്റെ പേരിൽ വർഗീയതയാണ് ഇവിടെ പലരും കാണുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ VD സതീശൻ സർക്കാർ ഞങ്ങൾ PM ശ്രീ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ NEP നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ വർഗീയമെന്ന് പറയുകയാണ്. NEPയും PM ശ്രീയും നടപ്പാക്കിയാൽ കോടാനുകോടി രൂപ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനു വേണ്ടി, വിദ്യാർത്ഥികളുടെ ഐശ്വര്യത്തിനു വേണ്ടി, വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി, അധ്യാപക നിയമനത്തിനു വേണ്ടി, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിലേക്ക് ലഭിക്കും. അത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും, വലിയൊരു വിപ്ലവമായിട്ട് മാറും, വലിയൊരു പരിവർത്തനത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തുന്നതിനും ഈ പാവപ്പെട്ട അധ്യാപികമാരുടെ നിയമനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും PM ശ്രീയും NEPയും ഉൾപ്പെടെയുള്ളത് കേരളത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. അതൊന്നും നടപ്പാക്കാതെ കേവലം രാഷ്ട്രീയ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെയും യുവതയെയും തകർക്കുന്ന യുവവഞ്ചകന്മാരായിട്ട് VD സതീശനും വിദ്യാഭ്യാസ സംവിധാനവും മാറുകയാണ്. ഈ യുവവഞ്ചനയ്ക്ക് മാപ്പില്ല, ഈ യുവതയെ ദ്രോഹിക്കുന്ന ഭരണകൂടത്തിന് മാപ്പില്ല. അതുകൊണ്ട് ഇന്ന് ഈ സമരം നടത്തുന്ന സഹോദരിമാർ ഒറ്റക്കല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായിട്ടുള്ള
ഭാരതീയ ജനതാ യുവമോർച്ച ആ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നത് വരെ അവരോടൊപ്പം ഉണ്ടാകും. അത് ഇന്നാണെങ്കിൽ ഇന്ന്, നാളെയാണെങ്കിൽ നാളെ, എന്നാണോ അവർക്ക് നീതി ലഭിക്കുന്നത് അന്ന് വരെ നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഇവിടത്തെ സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്ന പാർട്ടിയായി, യുവജന പ്രസ്ഥാനമായി ഭാരതീയ ജനതാ യുവമോർച്ചയുണ്ടാകുമെന്ന് VD സതീശനോട് പറയുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വിഷയത്തിന് പരിഹാരം കാണുക. അതുവരെ കേരളത്തിലെ യുവത വിശ്രമിക്കാൻ പോകുന്നില്ല, പോരാട്ട വീതിയിൽ തന്നെയായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നോർത്ത് ജില്ലയുടെ സഹപ്രവർത്തകർക്ക്, അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരം നടക്കുകയാണ്. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന ഘടകത്തിന് എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സമരം നീതി നടപ്പാക്കപ്പെടുന്നതുവരെ, യുവതയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നവരെ ഈ സമരവീതിയിൽ അല്പപ്പോലും ചഞ്ചലതയില്ലാതെ ഭാരതീയ ജനതാ യുവമോർച്ചയുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരം, ഇന്നേ ദിവസത്തെ ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ. ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഈ പ്രതിഷേധം രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ തുടരുമെന്ന പ്രഖ്യാപനവും നേതാക്കൾ നടത്തി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ലഭിക്കാൻ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.